വളരെ നല്ല തബലിസ്റ്റാണെന്നാണ് വെപ്പ്. പക്ഷേ അദ്ദേഹം തബലയിൽ കൊട്ടിയാൽ തബലയുടെ ശബ്ദമാണ് വരുന്നത്. അതുപോലെ വെള്ളമടിച്ചാലോ അയാൾ സൂസന്നെ ഇതാരെ വാലടച്ചത്? താൻ പോടോ. സൂസു അങ്ങനെ പറയല്ലേ. നിന്റെ സത്യമായിട്ട് പുതിയ ആളായിരിക്കണം. ഞാൻ ഇയർഫോൺ വെക്കാൻ പോവാ. താൻ അവിടെ നിന്ന് കൂവി വിളിക്കും. സൂസു അത് വെക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കേക്ക്. സൂസു എന്താ സൂസു ഇത്? എന്ത് തോന്നിയാസം കാണിക്കണത്? തോന്നിയാസോ? ആ ഇഷ്ടിക അങ്ങനെ ഇപ്പൊ എന്റെ തലയെ കൊണ്ടിരുന്നെങ്കിലോ? നിന്റെ ശവം ഈ മുറ്റത്ത് വീണേനെ. അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വീഴ്ത്തുവടാ. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്? അതെടാ ഭ്രാന്താടാ. നീ അല്ലടാ എനിക്ക് ഭ്രാന്താക്കിയത്. ഒരു കലാകാരനായ എന്നെ ഇന്നലെ വരെ ഈ നാട്ടുകാർ തബല വർക്കിച്ചെന്നല്ലടാ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അവരെന്താ വിളിക്കുന്നതെന്ന് അറിയോ? തവള വർക്കിച്ചാന്ന്. നീ അല്ലടാ അതിന് കാരണം. ഞാൻ നിൽക്കുന്ന എന്റെ വീടിന്റെ മുറ്റത്താ. വെളിയില്ലാത്ത അങ്ങേർക്കാ. അങ്ങേരെ പിടിച്ച് അകത്തേറ്റിക്കോ. കേറ്റി തരടാ ഞാൻ. സൂസ എല്ലാം കയ്യിന്ന് പോയി. അത് സത്യം പറ, എന്തുണ്ടായേ? എന്റെ സൂസ അയാളെ കള്ളുപിടിച്ച് ജംബോ സർക്കസ് കളിച്ചതാ. ഇതെന്റെ പടലേക്ക് വരുന്നുള്ള ഉറപ്പാ. നമുക്ക് പെട്ടെന്ന് ഒരു ഹണിമൂൺ പോയാലോ? ഹണിമൂണോ? പേടിച്ച് ഒളിവിൽ പോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ ഹണിമൂണിന് പോയി എന്ന് പറയുന്നത്? നമ്മൾ നാട് വിടുന്നു, പേടിക്കുന്നില്ല. അയ്യോ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഹണിമൂൺ ഫിക്സ്. ഓക്കെ, ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. വേം പോര്. ഭാഗ്യത്തിന് മതിൽ കെട്ടിയിട്ടില്ല. അതവളാ. ഇതെങ്ങോട്ടേ പോന്നെ? ഒരു ഡ്രൈവർ വെക്കാൻ പറഞ്ഞ കേൾക്കും. അതങ്ങനെ ഒരുത്തരം വിശ്വാസം ഇല്ലാത്തത് അവന്മാരല്ലടി. പിടിക്കണ്ടടി. വർക്കിച്ചായോ? ദൈവാനുഗ്രഹം കാര്യമായിട്ടൊന്നും പറ്റില്ലല്ല. വർക്കിച്ചായ എന്റെ പറമ്പിലെങ്ങനെ കാലുകുത്തിയാ അടിച്ച നിന്റെ മോന്തടെ ഷേപ്പ് ചെയ്യാൻ പറ്റുമ്പോലെ. ഷേപ്പ് ഇങ്ങനെ ഇരിക്കണത് ഈ സൈഡിൽ അടിച്ചു. അപ്പൊ കറക്റ്റ് ഷേപ്പ് ആയിട്ട് കിട്ടും. എവിടുന്ന് വന്ന മനുഷ്യനാണത്? എന്നാ കാണാൻ നിൽക്കുവാടി. വന്ന് കഞ്ഞിയും കടലയും കൂടെ ജ്യൂസ് അടിക്കടി. നിന്നെ ഇനി പുറത്തിറക്കൂലടാ ഞാൻ. ഇനിയിപ്പൊ തോടെ ഉള്ളു മാർഗം. പാമ്പിനെ ഓടിക്കാൻ എന്തെങ്കിലും കണ്ടുപിടിക്കണം. ഇത് ഏക്കൂലോ അല്ലേ? പിന്നെ കാലയ്ക്ക് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. ഏത് പാമ്പും പോകും. അപ്പോഴും പോയില്ലെങ്കിൽ ഒന്നുകൂടെ ഓടിക്കണം. എന്നിട്ടും പോയില്ലെങ്കിൽ ചേട്ടൻ അവിടെ വരെ ഒന്ന് വരണം കേട്ടോ. ഞാനെന്തിനാണോ വന്നത്? അല്ല, ഈ നീണ്ട താടിയും മുടിയൊക്കെ കഴിച്ചിട്ട് ചേട്ടന്റെ കോലം കാണുമ്പോ പാപ്പ എങ്ങനെയെങ്കിലും ഓടിപ്പൊക്കോളും. എനിക്കിത് വേണം. വേണം. എന്നാ കാശ് ഇങ്ങോട്ട്. രാമുവേ, ഞങ്ങള് പിച്ച ചോദിച്ചു വന്നതല്ല, പിരിവ് ചോദിച്ചു വന്നാ. ഇവനങ്ങോട്ട് നമ്മുടെ കാര്യങ്ങൾ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇവിടെ മറ്റേ സംഭവം നടക്കാൻ പോകില്ലേ? അമ്പതാമസിയല്ലേ? അതിന്റെ മറ്റേ സ്പെഷ്യൽ പരിപാടി. മോനെ പോരാടാ. മാറി നിൽക്കാം. ഇത് തോന്നുമ്പോ മറ്റേ കാര്യം ഒന്നും മിണ്ടരുത്. ഒന്നും ഒഫീഷ്യലല്ല, പേഴ്സണല്ല. നമ്മൾ വളഞ്ഞ വഴിയിലൂടെ അത് ഒഫീഷ്യലാക്കി മാറ്റും. ഓ, താൻ പ്രസിഡന്റ് ആയ പോലെ. ആരാടാ ഇതിന്റെ പിന്നിലെ? കണ്ടു തോന്നണു. ചോദിച്ചല്ലേ? സത്യം പറഞ്ഞോ? ആരാ ഇതിന്റെ പിന്നിലെ? ഞാനാ, സത്യനാ. അപ്പൊ ഇതിന്റെ പിന്നിൽ നീയാണല്ലേ? അയ്യോ, ഇതിന്റെ പിന്നിലല്ല, ഞാൻ ഇതിന്റെ പിന്നിലാ. അപ്പൊ ചെറിയ പൂ വെച്ച പോരാഞ്ഞ് പിന്നിലെന്നാടാ വാലാണോ വെക്കുന്നത്? പൂവാല പിടിക്കണോ? അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. തന്റെ പട്ടിണി ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞ് മാറ്റുന്നുണ്ട്. തൽക്കാലം ഈ വയറ് നൊട്ടിക്ക് പോയി വയറ് കൊടുക്കണം. അവന് കിട്ടിയില്ലേ? ഓ ഇല്ല, വഴിയിലൊരു ബ്ലോക്ക് കിട്ടി. കുറച്ചുകൂടെ പോക്കി വെച്ചത് സത്യ. സാബു, അയ്യോ എടാ, നീ ആകെ മാറിപ്പോയല്ലോ. എന്തുകൂടാ മുടി കൊഴിഞ്ഞു പോയല്ലോ.
എന്റെ ആ ഈ ബിൽഡിങ്ങേ എന്റെ അപ്പച്ചൻ വാങ്ങിച്ചു. ചെറിയൊരു രീതിയിൽ ഒരു ബാർ തുടങ്ങി. രണ്ടെണ്ണം അല്ല ഞാനിപ്പോ അങ്ങനെ സത്യ പഴയടിയൊക്കെ നീ മറന്നോടാ. ഇപ്പൊ നിർത്തി കംപ്ലീറ്റ്. എന്ത് പ്രശ്നം എന്താ? ഭാര്യ പേടിയാണാ? പിന്നെ എന്തോന്ന്? അപ്പൊ ഒന്നും നോക്കല്ല, നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടാണ്. ഇന്ന് അടിക്കുന്നു, വേറൊരു പരിപാടിയില്ല. സത്യം തമാശ കളിക്കില്ല നീ. ഇവിടെ എന്താ ചെയ്യുന്നേ? ഇവിടെ അടച്ചേട്ടാൻ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞു. ഈടാ എന്താണ് നിനക്ക് പറ്റിയത്? ഈ തവള വർക്കിച്ചിനെയും ലോക്കൽ പൊളിറ്റീഷ്യനെയും കണ്ട് പേടിച്ചോറിന്റെ ആളാണോ നീ? ഈടാ പഠിക്കുന്ന കാലത്ത് ആരായിരുന്നു നീ? ആരായിരുന്നു? സത്യനാഥൻ. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര സമരങ്ങളാണ് നമ്മൾ പൊളിച്ചെടുക്കുന്നത്. നമ്മുടെ സമരത്തിന്റെ പവർ നിനക്ക് ഓർമ്മയുണ്ടോ? എത്ര ബസ്സുകളാണ് നമ്മൾ കത്തിച്ചിട്ടുള്ളത്. എത്ര പോലീസുകാരെ വന്നിട്ട് നെഞ്ചു വിരിച്ച് നിന്നിട്ടില്ല നീ. ആ പവർ എവിടെ? ആ നീ എവിടെ? അവരുടെ മുമ്പിൽ നെഞ്ചും വിരിച്ച് കൊടി കെട്ടി ഉയർത്തിയിട്ടില്ല നീ. അപ്പൊ എങ്ങനെയാ? അപ്പോ നമുക്ക് കാണാളിയാ. വീട്ടിൽ ഞാൻ ഒരാളെ അത്രേ ഉള്ളൂ. ഒരുത്തിനെ വിടില്ല. അത്രേ ഉള്ളൂ. പുതിയ പാലം വന്നിട്ട് ആരടാ ഇത് കെട്ടിയത്? ഞങ്ങളാ. അരെ ആ അപ്പൊ ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാ ഞാൻ എങ്ങനെ എന്റെ വീട്ടിലേക്ക് പോകും? അറിഞ്ഞൂടാ. ഇത് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ട് കിട്ടിയാ. പഞ്ചായത്ത് പറഞ്ഞിട്ട് കിട്ടിയത്. ഓ പ്രസിഡന്റിന്റെ പരിപാടിയായിരിക്കും. അതെ. തവളയുണ്ട് അതില്? ആ ഉണ്ടാവും. ഉണ്ടാവണമല്ലോ. ഈ കെട്ട് കണ്ടാൽ അറിയാം തവളടാ. ഞാൻ പോയിട്ട് പോരും. ഇവിടെ ഉണ്ടാവും. ഇതിനൊരു ഇമ്പാക്റ്റ് ഇല്ല. ഇതാണ് ഈ റോയ്സ്. അപ്പന്റെ പ്രേതമല്ല. ആരാണ് അവിടെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട്? നിന്റെ അപ്പൻ പോടാവൂല്ലേ? താനാണോ വർക്കിച്ചായ? താനും തന്റെ എന്റെ മറ്റേ പ്രസിഡന്റും കൂടി ഞാൻ നടന്നു പോകുന്ന തോടിന്റെ വഴിയടച്ച് കെട്ടിയില്ലടാ. വെള്ളടിച്ച് പാമ്പായിട്ട് വന്നേക്കല്ലടാ. അതാടാ ഞാൻ പാമ്പാടാ തവളയാ. തന്നെ വീഴും. നിന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ ശരിയാവൂല. ഞാൻ പോയി രണ്ടെണ്ണം അടിച്ചിട്ട് വരാം. ഞാൻ ഇവിടെ വെയിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യടാ. ഇവിടെ തന്നെ വെള്ളവും ഗ്ലാസ് കൊടുക്കണേ. എന്റെ പേര് സത്യനാഥ. എന്താണ് ഇത്? അങ്ങനെ ബോധമില്ല. കൂട്ടത്തിൽ നീ കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? എന്റെ ചേച്ചി, ഞാൻ ഇന്നവരെ മദ്യവെച്ചിട്ട് ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇയാൾ എന്നെ കുടിപ്പിച്ചു. ഇനി ഞാൻ സ്ഥിരം കുടിക്കും. ഇവിടെ മതിയ തെറി പറയും. മോളെ താനിങ് വന്നേ. താനിങ് വാ. ഓക്കെ എന്നോക്കെ മനസ്സിലാക്കിക്കോ. അടിക്കാതെ വേണോ? എന്നോട് കളിച്ച് ഇങ്ങനെ ഇരിക്കും. മോളെ ഞാൻ ഒരാളെ തട്ടി. സൂസു, ഞാൻ ആ വേലയും പൊളിച്ചിട്ട് വരും. തടയാൻ വന്ന പ്രസിഡന്റിനെ തട്ടും. പൊളിക്കണല്ല പൊളിക്കാൻ. അല്ല ഇത് ഈ പ്രസിഡന്റ് നിർത്തടാ. ഒരു പ്രസിഡന്റ് ഇത് എന്റെ വഴിയാ. ഈ വഴിക്കെങ്ങാനും പ്രസിഡന്റ് വന്ന അയാള് തലമണ്ട് അടിച്ചാ പൊളിക്കും. പേട്ട തലേന്റെ വാ പൊളിച്ചത് കാരണം വേലി പൊളിക്കടാ. നിനക്കൊക്കെ എന്താ മനസ്സിലാവാത്ത? എടാ വേലി പൊളിക്ക. ഞാൻ കാണിച്ചു. ഇയാൾ എന്താ ഈ കാണിക്കുന്നേ? പൊളിക്കും ഞാനിന്നല്ല. ആരടാ രണ്ട് ടോർച്ചായിട്ട് വരുന്നത്? സത്യനാഥൻ ആരോട് രാവിലെ സത്യനാഥൻ അന്വേഷിച്ചേ?
സത്യനാഥൻ ഞാനാന്ന് തോന്നുന്നു സാറേ. എന്തേ? ഒന്ന് സ്റ്റേഷൻ വരെ വരാൻ SI സാർ പറഞ്ഞു. ഇന്നലെ നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ഞാൻ ഇന്നലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? ഇല്ല, നിന്റെ വർക്ക്ഷീറ്റ് പ്രസിഡന്റിനെ തലയെടുക്കുന്നൊക്കെ പറയണ്ടായിരുന്നു. എത്ര മണിക്കാ? ഉടനെ വരണം. ഈ പ്രസിഡന്റിനോട് ഇത്ര വൈരാഗ്യം വരാനുള്ള കാര്യം എന്താ? സത്യം പറയണോ സാറേ? അതല്ലേ നല്ലത്. ഓക്കെ, ഈ പ്രസിഡന്റ് വെറും കള്ളനാണ് സാറേ. ഈ നാട് കട്ടുമുടിക്കുന്ന ഒരു നികൃഷ്ട ജീവി. ഈ പ്രസിഡന്റിനെതിരെ ഒരു ഹൈ ലെവൽ അന്വേഷണത്തിന് വല്ല സ്കോപ്പ് ഉണ്ടോ സാറേ? He's saying the president is a thief. The president is looting the entire country. And there should be an inquiry set up against the president. And Nigrishta Jeevi. The president is a dirty animal. അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു പറഞ്ഞു ഇന്നലെ രാത്രി. പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞു പോവും സാറേ. ഇയാൾ എന്താണ് ഈ നാട്ടിൽ കാണിക്കുന്നത്? ഇങ്ങനെയാണ് ഒരു പ്രസിഡന്റ്? എന്നെ പോലെ രാജ്യസ്നേഹവും പൗരബോധമുള്ള ഒരാൾ അനീതിക്കെതിരെ പ്രതികരിക്കുന്നത് തെറ്റാണോ സാറേ? പറ സാറേ, നമ്മൾ പ്രതികരിക്കണ്ടേ സാറേ? പ്രസിഡന്റ് ആണത്രേ, പ്രസിഡന്റ്. അധികാരികളെ ഭയപ്പെടുന്ന ഒരു യുവതലമുറ അല്ല സാറേ. ഹലോ ഗായ്സ്, കേരളത്തിലേക്ക് ഒരാൾ വരികയാണ്. ദ ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എന്തിനാണ് അദ്ദേഹം വരുന്നത്? അദ്ദേഹം വരുന്നത് ഒരു വൈദ്യരെ കാണാനാണ്. പേര് പറയാതെ വൈദ്യരെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒറ്റ മുഖമാണ് ഗായ്സ്. സോ എന്തിനായിരിക്കും ഗായ്സ് പ്രസിഡന്റ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്? അറിഞ്ഞിടത്തോളം അദ്ദേഹത്തിന്റെ പത്നിയുടെ ആരോഗ്യനില കൂടുതൽ വഷളായിരിക്കുകയാണ്. അതിന് വൈദ്യരെ കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കൊച്ചു കേരളത്തിലേക്ക് വരുന്നത്. പ്രസിഡന്റ് വരുന്നത് വൈദ്യരെ കാണാനാണല്ലേ? അതെ, പക്ഷെ അത് അന്വേഷിച്ചില്ല. അപ്പൊ 50-ാം വർഷത്തിന് വരുന്നില്ല. ഈ പ്രസിഡന്റിന്റെ വരവും 50-ാം വാർഷികവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പ്രസിഡന്റ് എന്ന് വരുന്നു അന്നായിരിക്കും 50-ാം വാർഷികം. മറ്റൊരു എക്സ്ക്ലൂസീവ് വാർത്ത കൂടെ സ്റ്റീഫൻ വ്ളോഗ്സിന് നിങ്ങളോട് പറയാനുണ്ട്. കാരണം പ്രസിഡന്റ് ഈ കൊച്ചു നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരാൾ അദ്ദേഹത്തിനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ സെക്യൂരിറ്റി ഫെൻസിംഗ് ചവിട്ടിപ്പൊളിച്ച ഒരാളാണ് അദ്ദേഹം. ആരാണ് അയാൾ? എവിടെയാണ് അയാൾ? ബോംബുണ്ടാക്കാൻ അറിയാം അല്ലേ? ബോംബാ? ഇല്ല സാറേ. ചന്ദ്രനും ദിനേശനും പെട്ട ചാക്കില് കുപ്പിച്ചില്ല. ഇതെല്ലാം താങ്കളുടെ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. ബോംബുണ്ടാക്കുന്ന സാധനങ്ങൾ. സാറേ, ഇത് ബോംബുണ്ടാക്കാൻ വാങ്ങിച്ചതല്ല. ഈ കരിമരുന്നും ആസിഡും ഈ കുപ്പിച്ചിലൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഫർണിച്ചറിന്റെ ഷോപ്പാണേ, അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ വാങ്ങിച്ചത്. ഫർണിച്ചർ ബിസിനസ്സിന് ഇതെന്തിനാ? അത് ഈ ഫർണിച്ചറിനൊരു ആന്റിക് ലുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ ഞാനതൊക്കെ ഉപയോഗിക്കാറ്. അത് തട്ടിപ്പല്ലേ? അത് സാറേ, ആന്റിക് ലുക്ക് ഉണ്ടെങ്കിലേ കാശുള്ള ആൾക്കാര് നമ്മൾ പറയണ വിലയ്ക്ക് അത് വാങ്ങിക്കും. പിന്നെ കാശുള്ളതിന്റെ കൊഴുപ്പല്ലേ സാറേ പാവപ്പെട്ടവന്റെ പിഴപ്പ്. എന്റെ പൊന്ന് സാറേ, എനിക്കറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതാ. ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇന്ത്യൻ പ്രസിഡന്റ് കാര്യം പറഞ്ഞിട്ടേ ഇല്ല. സത്യം പറഞ്ഞാല് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഹിസ്റ്ററിയാണല്ലേ പഠിച്ചത്? അതെ സാറേ. ഇത് താങ്കളുടെ ആൻസർ ഷീറ്റിന്റെ കോപ്പിയാണ്.
ആൻസർ ഷീറ്റാ ഇതെങ്ങനെ അവന്മാരുടെ കയ്യിൽ വന്നു? നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഏത് കാലഘട്ടത്തിൽ ഏത് സ്ഥലത്ത് എന്ന് കൃത്യമായി എഴുതി നല്ല മാർക്കം വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേര് പോലും അറിയാത്ത ഒരാൾ ഹിസ്റ്ററിക്ക് ഇത്രയധികം മാർക്ക് എങ്ങനെയാ വാങ്ങിയത്? മുഴുവൻ കോപ്പി അടിച്ച് എഴുതിയതാണോ? അതെ സാർ. ഞാൻ ഈ തുണ്ടിലൊക്കെ എഴുതി കൊണ്ടുപോകും. എനിക്ക് ഈ സ്ഥലങ്ങളുടെയും ആളുകളുടെ പേരും ഒന്നും അങ്ങോട്ട് തലയിൽ നിൽക്കില്ല. അടുത്തെന്താണാവോ? ജാതകമായിരിക്കും ഈശ്വര. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു മർഡർ കേസിൽ സത്യനാഥന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അന്ന് അതിലറിയാണ്ട് വിട്ടുപോയതാ. പിന്നീട് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ് സാറേ ഞാൻ. താങ്കളെ അറിയാവുന്നവർ പറയുന്നത് അങ്ങനെയല്ലല്ലോ. ഞാൻ ഈ അവസ്ഥയിലാവാൻ കാരണം ഈ ചെറുക്കൻ ഒറ്റൊരുത്തനാ. പഞ്ചായത്ത് പ്രസിഡന്റ് കള്ളനാണെന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതുമാത്രമല്ല, പാർട്ടി പ്രസിഡന്റ് വെട്ടും കുത്തുമൊക്കെ നടത്തുന്ന ആളാണെന്ന് അവരുടെ ഓഫീസിൽ ചെന്ന് പറഞ്ഞു. പ്രസിഡന്റ് എന്ന് കേട്ട അവന് പ്രാന്ത. കണ്ടാലൊരു നിഷ്കളങ്കനാണെന്നൊക്കെ തോന്നുമെങ്കിലും ആ ചെറുക്കനൊരു ഭീകരനാ സാറേ. എല്ലാ പ്രസിഡന്റുമാരെ അവൻ തട്ടും. പിന്നെ താങ്കൾ സൂസനുമായി ഒളിച്ചോടിയ അതേ രാത്രിയാണ് താങ്കളുടെ അച്ഛൻ മരിച്ചത്. ആ മരണത്തിൽ സത്യനാഥന് പങ്കുണ്ടെന്ന് ചിലർ ആരോപിച്ചിരുന്നു. അതൊക്കെ വെറുതെ പറയണേ സാറേ. അന്നത്തെ സംഭവത്തിന് ശേഷം സൂസനയുടെ വീട്ടുകാർ പറഞ്ഞു വരുത്തിയതാ. സ്വന്തം അച്ഛനെ ആരെങ്കിലും അങ്ങനെ കൊല്ലൂന്ന് വിചാരിക്കോ സാറേ? ചിലർ വിചാരിക്കും അച്ഛനെ കൊല്ലണമെന്ന് വിചാരിക്കും. ചിലപ്പോ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പോലും. ബാലൻ റിമേന്റെ കയ്യിൽ കൊട്ടും കൊലപ്പുള്ളിയാണ്. ഒരു കൊലയല്ല, ഒറ്റയടിക്ക് 19 പേരെ കൊന്നവരാണ്. പെർഫെക്റ്റ്. ഓക്കെ, ഒരു ഒന്നൊന്നര സാധനം. ആ മച്ചാൻ പോ, മച്ചാൻ പോ, മച്ചാനെ ചെല്ലി. നല്ല കാര്യത്തിലല്ലേ? ബാലനിനെ പച്ചക്ക് തിന്നും. സത്യ ചെരുപ്പൂരിട്ട് ഐശ്വര്യന്റെ അകത്തേക്ക് കഥ കഴിഞ്ഞു മോനെ. പോയി. എന്താണ് ഇവിടെ അകത്തേറുന്നില്ലേ സാറേ? എന്റെ കൂടെ ഒന്ന് അകത്തേക്ക് വരുമോ? പിന്നെ നിന്റെ കല്യാണമാണല്ലോ, കേറിപ്പോടാത്ത്. കേറിപ്പോവാൻ. നാഷണൽ സെക്യൂരിറ്റി ആക്ട് 1980 പ്രകാരം ഡീറ്റെയിൻ പേഴ്സണ് ബെയിൽ കിട്ടാനുള്ള വകുപ്പൊന്നുമില്ല. ഇനി ബെയിൽ കിട്ടിയെന്നിരിക്കട്ടെ, എന്നാലും കാര്യമൊന്നുമില്ല. NSA ആക്ട് വെച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എനിക്ക് ആളൊന്ന് കാണാനെങ്കിലും പറ്റൂ? കാണാനുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാം, പക്ഷെ പെർമിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആൾ കൊടുക്കാൻ വസ്ത്രങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും.
ശരി. ഉറങ്ങണല്ലേ? കിടന്നുറങ്ങടാ. ഉറങ്ങി കിടക്കുന്നവരെ ഞാൻ കൊല്ലാറില്ല. നമ്മൾ ചെല്ലുമ്പോഴേക്കും തീരുമാവോ? തീർന്നെങ്ങാനും പോയാൽ നിന്നെ കൊന്നോളാൻ പറഞ്ഞു. ആ വിനീഷ്, ഈ ചോറിനും ചായക്ക മാത്രമേ പുറത്തു വരൂ. നമ്മൾ ചോറും അങ്ങനെയല്ലേ നിക്കണത്, സാൻഡ്വിച്ച് ഉണ്ടാക്കാനല്ലല്ലോ. നന്നായിട്ടിട്ടുള്ളൂ. പുതിയ ആളാണല്ലേ? അതെ. പിന്നെ പോയി നിൽക്ക്. എന്റെ പൊന്നേട്ടത് 3ാമത്തെ റൗണ്ടാണ്. 2 പ്രാവശ്യം എന്നെ പുറകെ കൊണ്ടുപോയി നിർത്തണത്. സീനിയേഴ്സിനെ ബഹുമാനിക്കാൻ പഠിക്കണം. പോടാ പോടാ, വാങ്ങിച്ചിട്ട് പോടാ. നീ ഇപ്പൊ വാങ്ങിക്കുവേ. ഓപ്പോ ഞാൻ ഫ്രണ്ടിന്ന് പറഞ്ഞല്ലേട്ടാ, ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ലാത്ത ആൾക്കാർ. താൻ എന്തേ കാണിക്കുന്നത്? അടുത്ത് ആഹാ, നിങ്ങളാരും കാണുന്നില്ലേ? ഒരാൾ ക്യൂ നിൽക്കാതെ ചോറ് വാങ്ങാൻ പോകുന്നത് ബാലനാണ്. പറഞ്ഞു കൊടുത്തല്ലേ കൊല്ലിക്കാനായിട്ട്. ബാലേട്ടന് ഇന്നലെ ചോറ് കുറച്ച് വേവ് കുറവുണ്ട് എന്ന് പറഞ്ഞ പ്രകാരം ചോറ് വേണ്ട പോലെ വേവിച്ചിനി. കുറച്ചും കൂടി സാമ്പാർ കൊടുക്കണ. സാമ്പാർ സാമ്പാർ, കടല കടല, കരിങ്കാലി കരിങ്കാലി വെള്ളം ഒന്നും മനസ്സിൽ വെക്കണ്ടാട്ടാ. എന്തിനു വേണ്ടാത്ത പണിക്ക് പോയിനി? കേട്ടോ ബാലേട്ടാ, അല്ല മനസ്സിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു ഈ ഒരു കൊലപാതകി എന്നൊക്കെ പറഞ്ഞാലേ ആളുകൾ അത് ഇതൊക്കെ പറയെങ്കിലും ദേ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാ. ആന്ന് നല്ല ധൈര്യമുള്ള ഒരാൾക്കേ അത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊരാളെ കൊല്ലണമെങ്കിൽ അത് ചാവേണ്ട ആൾ തന്നെ ആയിരിക്കുള്ളൂ. ഇതിപ്പോ ഒറ്റയടിക്ക് 50 പേരെന്നൊക്കെ പറഞ്ഞ എന്റെ ബാലേട്ടാ, നിങ്ങളും എന്തൊരു കഷ്ടായി പോയി. വേണ്ടായിരുന്നു. ഇനി എപ്പോഴാണാവോ അടുത്ത ഭക്ഷണം? ഇനി കുറെ കഴിയണം. അല്ല ശരിക്കും പറഞ്ഞാണോ ഒരു പിടി കഴിച്ചില്ല? അതെ, ബാലനോട് വല്ലാണ്ട് അടുക്കുന്ന സൂക്ഷിച്ചു വേണം. പിന്നെ അടുത്ത് നിൽക്കുന്നവരെല്ലാം കൊന്നിട്ടേലും അവൻ സ്വന്തം ഭാര്യ വരെ കൊന്നവരുടെ കൂട്ടത്തുണ്ട്. അറിയോ എനിക്ക്? ആ മോനെ, ഓ ആ ബാലന്റെ സെല്ലേ ഒറ്റയ്ക്ക് എടുക്കാൻ പേടിണ്ടെങ്കിൽ സൂപ്പറിനോട് പോയി പറഞ്ഞാൽ മതി. ആൾ അറേഞ്ച് ചെയ്ത് തരും. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കെടുക്കാം. അല്ലടാ? അത് പറഞ്ഞോളൂ. ഇപ്പോഴൊരു സമാധാനമായത്. ഞാൻ എന്തായാലും സൂപ്പറിനെ ഒന്ന് കാണട്ടെ. ശരി. ഇത്രയും നല്ല ആളുകൾ എന്തിനാണോ ജയിലിലിട്ടേക്കണത്? സാറേ, ഞാൻ പറഞ്ഞ കാര്യം
ഇഷ്ടപ്പെട്ട റൂംമേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള സൗകര്യം തൽക്കാലം ഇല്ല. സംഭവിക്കാൻ ഞാൻ നോക്കട്ടെ. സാറേ, വേറെന്താ? പ്രസിഡന്റ് വന്നോ? നിന്റെ ആൾക്കാർ എത്ര പേര് പുറത്തുണ്ട്? എത്ര പേരുണ്ട് പുറത്ത്? എന്റെ കൂടെ ആരുമില്ല സാറേ, വൈഫ് മാത്രമേ ഉള്ളൂ. പ്രസിഡന്റ് വരുമ്പോ എന്ത് ചെയ്യാനാടാ നീ അവളോട് പറഞ്ഞിരിക്കുന്നത്? ഇല്ല സാറേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ പൊന്ന് സാറേ, അദ്ദേഹം ഒന്ന് പോയാലല്ലേ എനിക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ നേരത്തെ നിന്നോട് എന്താണ് പറഞ്ഞെന്ന് ഓർമ്മയില്ലേ? എന്താ സാറേ? പൊക്കളൻ. ഓ എങ്ങോട്ടാ? എവിടെ നോക്കിയാലും പോലീസുകാരാണല്ലോ. ഏത് നേരത്താടാ ഓരോന്ന് ചോദിക്കാൻ തോന്നണത്.